ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചായി, ഒരു കാരണം ഉണ്ടായി, എനിക്കൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇതിന് ക്ഷമിക്കണം. ഇനി എന്തായാലും തുടർച്ചയായി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ ഇടുന്നത്. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൂ ഈസ് ബെസ്റ്റ് ഇൻ ഗോൾ കീപ്പർ പാക്ക് നോമിനേഷൻ കോൺട്രാക്ട്. അതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വരിക, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ഈ പാക്കാണ് 4 ഗോൾ കീപ്പേഴ്സാണുള്ളത്. ലിവാക്കോവിച്ച്, പിക്ഫോർഡ്, അതേപോലെ തന്നെ ഡിയാഗോ കോസ്റ്റ, പയസ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് ഹൂ ഈസ് ബെസ്റ്റ്, ആരെടുക്കണം എന്നുള്ളത്. പിന്നെ ജോർഡാൻ പിക്ഫോർഡ് ഉണ്ട്. പിക്ഫോർഡിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ പിക്ഫോർഡ് അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉള്ളൊരു ഗോളിയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഡിയാഗോ കോസ്റ്റ അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. നല്ലൊരു സ്റ്റാറ്റ്സ് ഉണ്ട്. സേവിങ് ആണ് ബൂസ്റ്റർ. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. 83 വരെ മാക്സ് ഉണ്ട്. അതേപോലെ തന്നെ 80-82 GT റിഫ്ലക്സ് ഉണ്ട്. എല്ലാം ഒരു നല്ലൊരു സ്റ്റാറ്റ്സ് വരുന്നൊരു കാണാൻ ഡിയാഗോ കോസ്റ്റനെ നോക്കുകയാണെങ്കിൽ. പുള്ളിക്കാരൻ്റെ പ്രൈമാണിത്. അത് നമുക്ക് കാണാൻ വേണ്ടി കുറച്ച് മിസ് ഉണ്ടായാലും പ്രൈം കാലഘട്ടമാണ്. അതേപോലെ ലിവാക്കോവിച്ച് ഇടുമ്പോൾ ഡിഫൻസിങ് ഗോൾ കീപ്പറാണ്. വേൾഡ് കപ്പിൽ അത്യാവശ്യം നല്ല പ്രകടനം കാണിച്ചിരുന്നു. മാക്സ് 83 തന്നെയാണ്. ഡൊമിനിക് ലിവാക്കോവിച്ച് അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ്. പിന്നെ പയസ് ഉണ്ട്. പയസ് ഡിഫൻസീവ് ഗോൾ കീപ്പറാണ്. വയസ്സ് കുറവേ ഉള്ളൂ, എന്നാലും കൂടിയും എന്താ പറയുക, അത്യാവശ്യം നല്ല ഗോൾ കീപ്പറാണ്. സ്റ്റാറ്റ്സ് കാര്യങ്ങൾ ചെത്തിയിട്ട് കുറവാണ്. പിന്നെ പിക്ഫോർഡ് അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും പല ആൾക്കാർ ചിന്തിക്കുന്ന പിക്ഫോർഡിന് എടുക്കണം, ഡിയാഗോ കോസ്റ്റ എടുക്കണം, അതാണ് മെയിൻ. പിന്നെ ചില ആൾക്കാർ ലിവാക്കോവിച്ചിനെ നോക്കുന്നുണ്ട്. അപ്പോൾ മൈ ഒപ്പീനിയനും പിന്നെ അത്യാവശ്യം കുറച്ചും കൂടി നന്നാവുക വെച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു ഗോൾ കീപ്പർ ഇല്ല, ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഡിയാഗോ കോസ്റ്റനെ തന്നെ എടുത്തു എന്നാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സും ഉണ്ട്, ഇതുകൊണ്ട്. അപ്പോൾ ഡിയാഗോ കോസ്റ്റനെ എടുക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പം ബൈ.